guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ടെലിപ്പതി ബബിൾ ടീ മേക്കിംഗ് ചാലഞ്ച്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി guys ഒരു ടെലിപ്പതി ചാലഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പൊരുത്തം നോക്കിയിട്ട് 3 ഡിഫറെന്റ് വെറൈറ്റി ബബിൾ ടീസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതെ ഗൈസ്, ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലം ബബിൾ ടീ ആയിരിക്കും വരാൻ പോകുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഗഡാഗഡിയനായ ഗ്ലാസ് ആണ്. ഒരാൾക്ക് കുടിക്കാനുള്ള ബബിൾ ടീ അല്ല, ഒരുപാട് പേർക്ക് കുടിക്കാനുള്ള ബബിൾ ടീയുടെ ക്വാണ്ടിറ്റി ഗ്ലാസ്സിലുണ്ട്. അതെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ വീട്ടിലൊക്കെ കൊടുക്കാം. അതിന് മാത്രമുള്ള ബബിൾ ടീക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്ലാസ് ആണ്. ഇത്രയും വലിയ ഗ്ലാസ്സിലാണ് ഗൈസ് നമ്മൾ ബബിൾ ടീ ഉണ്ടാക്കാൻ പോകുന്നത്. പൊതുവേ തന്നെ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ബബിൾ ടീ എന്ന് പറയുന്നത്. അത് ഈ ഗ്ലാസ്സിലൊക്കെ കാണുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബബിൾ ടീ ഭയങ്കര ഇഷ്ടമാണ്. അതെ, അന്നത്തെ നമ്മൾ ആ ചാലഞ്ചിന് ശേഷം അതിന് മുന്നേ ഞങ്ങൾക്ക് അങ്ങനെ ബബിൾ ടീ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ബബിൾ ടീ കുടിച്ചപ്പോ ബബിൾ ടീയിലെ ഫാനായി മാറി. അതെ, അത് നിങ്ങൾ സജസ്റ്റ് ചെയ്തോണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ബബിൾ ടീ കുടിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ബബിൾ ടീ മേക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കുക ഗൈസ്, ആർക്കൊക്കെ പൊരുത്തത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ബബിൾ ടീ കിട്ടുന്നത്. എനിക്ക് ഇവര് നല്ല ബബിൾ ടീ ഉണ്ടാക്കി തരുമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഞങ്ങൾക്ക് പൊതുവെ എങ്ങനെയാ തോന്നുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് പക്ഷെ വേറൊരു കാര്യം, ഈ ബബിൾ ടീ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഇഷ്ടങ്ങൾ അറിയാൻ കുറച്ച് ചാൻസസ് കുറവാണ്. അപ്പൊ ഇത് കുറച്ചുകൂടി ടഫാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ് നമ്മളിത് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് വന്നിട്ടുള്ളത് ബബിൾ ടീയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം ബബിൾ പേൾസ് ആണ് ഗൈസ്. അപ്പൊ 3 ഫ്ലേവേഴ്സിൽ വന്നിട്ടുണ്ട്. പിസ്ത ബോബ പേൾസ് ഉണ്ട്, ചോക്ലേറ്റ് ബോബ പേൾസ് ഉണ്ട്, വാനില ബോബ പേൾസ് ഉണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മള് കാണുന്ന ബബിൾ ടീ ആ അടിയിൽ ഇങ്ങനെ ബബിള് ച്യൂയി ചെയ്യാനുള്ള സാധനം അതാണ്. അത് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ വലിയ ഗ്ലാസ്സിലേക്ക് വലിയ ബബിൾസ് ആണ് വന്നിട്ടുള്ളത്. സാധാരണ കാണുന്ന പോലത്തെ കുഞ്ഞു ബബിൾ അല്ല, നല്ല വലിയ ബബിൾ ആണ്. അപ്പൊ ശ്രീന്റെ അവിടെ തുടങ്ങാം ഗൈസ്. ശ്രീന്റെ സൈഡിൽ നിന്നാണ് തുടങ്ങാറ്. ശ്രീന്റെ സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്റെ ബബിൾ ടീയിലേക്ക് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഇതാണ്. എനിക്ക് തീരെ ഓക്കെ അല്ലാത്തത് ഇതാണ്. സത്യം പറഞ്ഞാ അറിയില്ല, വെറുതെ ആരതും അറിയില്ല. ഒരു ചെറിയൊരു ശ്രീന്റെ ചെറിയൊരു ഐഡിയ എനിക്കുണ്ട്. അത് എനിക്കൊരു ഊഹം ഉണ്ട്. ഞാൻ ആ ഊഹം സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്യട്ടെ. 3, 2, 1 ഗോ. ഒരാള് ഇത് പറഞ്ഞെനിക്ക് കുറച്ച് ചോക്ലേറ്റ് ബബിൾ ടീ അന്ന് കുടിച്ചതിന് ഷീന്റെ ഫാനായത്. എനിക്ക് ഇത് 3 വന്നപ്പോ എനിക്കിത് ഇഷ്ടോ. ഞാനെന്താ പറയാ, ഇത് കളറൊക്കെ ആയിട്ട് ഓക്ക് പേസ്റ്റൽ കളറിലൊക്കെ ഇങ്ങനെ കാണാൻ ഭംഗി ഉണ്ടാവുമല്ലോ വെച്ചിട്ടാണ് ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് ഇവർക്ക് ചോക്ലേറ്റ് ബബിൾ ടീ കുടിച്ചതിന് ശേഷം ഇവിടെ വീണ്ടും വാങ്ങി ഗൈസ്. വീണ്ടും ഞങ്ങള് പുറത്തു പോയിട്ട് ഞങ്ങളത് കഴിച്ച്. അപ്പൊ ഞാൻ വിചാരിക്കും എന്താ ചോക്ലേറ്റ് ആവും ഇഷ്ടമല്ലേ. ഇപ്പൊ ഏതാ ഇഷ്ടമല്ലാന്ന് പറഞ്ഞേ? ഗ്രീന്. പക്ഷെ ഫ്ലേവർ പിസ്തനെക്കാട്ടി നല്ലത് വാനില ആയിരിക്കും. കാണാൻ രസമുണ്ടാവും. എല്ലാം കൂടി ഒരു ആനച്ചന്താവട്ടെ. അതെ, തുടക്കം തന്നെ പാടില്ലോ. അപ്പൊ നമുക്ക് വലിയ ഗ്ലാസ്സിലേക്ക് വലിയ ബോബ ബബിൾസ് ഇടാം ഗൈസ്. എനിക്ക് കാണിച്ചു. നല്ല രസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. എനിക്ക് ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളത് എന്റെ ബബിൾ ടീയിൽ എനിക്കിപ്പോ വേണം തോന്നുന്നത് ഇതാണ് ഗൈസ്. എനിക്ക് വേണ്ടാന്ന് തോന്നുന്നത് ഇതാണ്. ഓക്കെ, 3, 2, 1 ഗോ. ഞങ്ങളും സെലക്ട് ചെയ്ത് വിചാരിച്ചില്ല. അപ്പൊ ഞാനും ഷാമി സെയിം കളർ ബോബ ബബിൾസ്. സെയിം കളറ്. അപ്പൊ ഇന്റേതും ഗൈസ് പിസ്ത ബബിൾസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ റെഡിയാക്കി. പിസ്താന്റെ ഫ്ലേവർ ഒക്കെ ഇഷ്ടമാവും. ഞങ്ങൾ പിസ്താനെ സെലക്ട് അല്ലല്ല, തീരെയല്ല. ഇനി ഞാൻ എന്താ പറയാട്ടോ, എനിക്കിതില് വേണം തോന്നുന്ന ഇതാണ്, വേണ്ടാൻ തോന്നുന്നത് ഇതുമാണ് കേട്ടോ. ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ട്. അതിന്റെ ഒരു ആവശ്യം പോലില്ല ഇവിടെ. ഓക്കെ, ശരി, സെലക്ട് ചെയ്ത് 3, 2, 1 ഗോ. എനിക്ക് ഇഷ്ടമാണ്. ഇതിപ്പോ നമ്മൾ
അതിൽ എന്ത് മിൽക്ക് ഒഴിക്കുകയാണെങ്കിൽ ആ ചോക്ലേറ്റിന്റെ ബോബ് അങ്ങനെ ഗുളുഗുളുന്ന് ചോക്ലേറ്റിന്റെ ബോബ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവർ രണ്ടുപേരും പിസ്തയാണ്. ഇന്റേതാണ് ഇപ്പൊ അതിൽ വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. മാത്രം തെറ്റിച്ച് ഫസ്റ്റ് റൗണ്ട് രണ്ടാമത് ശരി, ശ്രീനെ മാത്രം തിരിച്ചു. പക്ഷെ ഞാൻ ശരിയാക്കില്ലേ? അതെ, മൂന്നെണ്ണം എടുത്തത്. ഇന്റേത് ഇതാ ഗൈസ്, ഈ വലിയ ഗ്ലാസ്സിലോട്ട് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിന്റെ പുറത്തും നോക്കുമ്പോ കുഞ്ഞു ബോബയായിട്ട് നല്ല രസമുണ്ട്. ലെയിലിനി മിൽക്ക് കൂടെ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ഈ റൗണ്ട് തീർന്ന ഒരു സ്ഥിതിക്ക് നമുക്ക് എല്ലാവരുടെ കയ്യിലുള്ള ബോബയും കൂടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മിക്സ് ചെയ്യാം. എന്ന് വെച്ചാൽ ഗ്രീൻ കുറച്ച് ഗ്രീൻ തരുന്നല്ലേ, അത് നമുക്ക് പതിയെ പതിയാക്കി എടുക്കാം. എന്നാ ചോക്ലേറ്റ് ഈ എടുത്തു, കുറച്ച് മതി. വലിയ ഗ്ലാസ് അല്ലേ ഗൈസ്, അപ്പൊ കൊറേ കാണുമ്പോൾ നല്ല രസമായിരിക്കും. പകുതി എടുക്കണ്ടേ ശ്രീ? ഞാനും ഇട്ട് ഗൈസ്, ഒരു പകുതി ആട്ടിട്ടുണ്ട്. ഇനി മിൽക്ക് വരുന്ന സമയത്ത് അതിന്റെ ആ മിൽക്കിന്റെ കൂടെ ടേസ്റ്റ് വേണ്ട, അപ്പൊ ഇത്ര മതി, ഈ ഒരു ലെവലിൽ മതി. നല്ല മണം സത്യം. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാണ്. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് വന്നിട്ടുള്ളത് നമ്മളെ ബബിൾ ടീനെ കുറച്ചും കൂടി മധുരമാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതെ, അതിന് നമ്മളെ മുന്നിൽ 3 ടൈപ്പ് സ്വീറ്റ്നസ് വന്നിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ഹണി ഉണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് അല്ലേ ഇത്, പക്ഷെ അങ്ങനെയല്ല ഗൈസ്. ഇതിന് 3 ടേസ്റ്റ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ബബിൾ ടീന്റെ ബേസിക് ടേസ്റ്റ് ഉണ്ട് ഈ സാധനങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതില് 3 പേർക്കും എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ആർക്കൊക്കെ ഏതൊക്കെ ഇഷ്ടമുള്ളത്. അതെ, എനിക്കും തോന്നുന്നുണ്ട് എന്തൊക്കെയോ. തുടങ്ങിക്കോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. എനിക്ക് തീരെ വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ്. ഓക്കെ, കറക്റ്റ് ആക്കിക്കോളും. ഇത് തെറ്റിക്കരുത്, കഴിഞ്ഞ റൗണ്ടിന്റെ റെഡി. ഞാൻ വളരെ കോൺഫിഡന്റ് ആണ് ഗൈസ് ഇക്കാര്യത്തില്. ഞാനും റെഡി. 3, 2, 1 ഗോ. ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതല്ല, അതറിയാം. അത് എനിക്ക് തെറ്റിക്കോ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ ഈ ബബിളിലേക്ക്, ഈ ഗ്രീൻ ബോബാസിലേക്ക് ഇതാ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഗൈസ്. നല്ല രസമല്ലേ കാണാൻ? ഇതെന്തായാലും നല്ല മാച്ച് ആയിട്ട് പോകുന്ന സാധനമാണ് ഗൈസ്, അത് എനിക്ക് എന്തായാലും ഉറപ്പാണ്. പിസ്തയും മിൽക്ക് മെയ്ഡും അടിപൊളി കോംബോ. ഇനി ഷാമി. ഇതിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. വേണ്ട തോന്നുന്നത് ഇതാണ്. ഓക്കെ, റെഡി. 3, 2, 1 ഗോ. നല്ല മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഈ ബോബ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കണ്ടോ. അങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. എനിക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ഇതും ഇഷ്ടമല്ലാത്തത് ഇതുമാണ് കേട്ടോ. ഓക്കെ, എന്താ മോക്ക് ചെയ്യുന്നല്ലേ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഏകദേശം ഒരു ഗസ് ആണ് കേട്ടോ. എന്ത് നല്ല ചോക്ലേറ്റ് ബോബയിലേക്ക് ഈ വൈറ്റ് കളറിൽ ഈ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് തിന്നതിനെക്കാളും കൂടുതൽ കാണാൻ അതെ, എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ എന്ത് ചെയ്യാൻ ചെയ്യുന്ന വെച്ചാല് ഈ സൈഡിലൊക്കെ തിരിയാക്കാൻ പോവാ. കുറച്ചിങ്ങനെ ഇരുന്നോട്ടെ, കാണുമ്പോ ഒരു ഭംഗിയല്ലേ. മിൽക്ക് എന്തെങ്കിലും ഒഴിച്ചാ കഴിഞ്ഞ്. ഞാനിതാ ഗൈസ് കുറച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി അത് ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്ത റൗണ്ടൊക്കെ ആകുമ്പോഴത്തെ ഇങ്ങനെ ഒഴുകി ഇറങ്ങിക്കോട്ടെ കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മിക്സും ചെയ്ത് വെക്കാം. എനിക്ക് സത്യം പറഞ്ഞൊന്നും കാണുന്നില്ല. അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ടില് നമ്മളെ ബബിൾ ടീക്ക് വേണ്ട അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഐറ്റാണ് നമ്മളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അതെ, മിൽക്കുകളാണ് ഗൈസ്. പിസ്ത മിൽക്ക് ഉണ്ട്, ചോക്ലേറ്റ് മിൽക്ക് ഉണ്ട്, സ്ട്രോബെറി മിൽക്ക് ഉണ്ട്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. എല്ലാരും വളരെ അപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പൊ മുന്നിൽ വന്ന ഈ 3 സാധനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒറ്റ സാധനമുള്ളൂ, അത് ഇതാണ്. എനിക്ക് തീരെ പറ്റാത്തത് ഇതാണ്. ഞാന് എന്താന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു അതാണ് പറയാൻ. എനിക്ക് നല്ല തോന്നുന്നുണ്ട്. അതായിരിക്കും, എനിക്കും അതാണ് തോന്നല്. റെഡി. തെറ്റിപ്പോയൊന്നും തോന്നരുത്. നമ്മള് ബബിൾ ടീ ഒപ്പരം അങ്ങനെയാണ് തെറ്റിപ്പോയിട്ട് ശ്രീന്റെ ഒരു എക്സ്പെരിമെന്റൽ ബബിൾ ടീ, അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. സത്യമായിട്ട് ശ്രമിക്കൂല തെറ്റിയാല്. സെലക്ട് ചെയ്യാം. 3, 2, 1 ഗോ. ചോക്ലേറ്റ് ബബിൾ ടീ നമ്മൾ അന്ന് കുടിച്ചില്ലേ? ഞാന്
എനിക്കൊന്ന് മാറിക്ക്, ഞാൻ ഓളോട് ചോദിക്കട്ടെ. ഇന്ന് ഇവിടെ വാ. എന്ത് വകയിൽ എനിക്ക് സ്ട്രോബെറി മിൽക്ക് ഇഷ്ടം? ഒന്ന് അതിന്റെ കളറ്, രണ്ടാമത്തെ സ്ട്രോബെറി. കാര്യം എനിക്ക് സ്ട്രോബെറി കാര്യമായിട്ട് ഇഷ്ടമല്ല, ഈ സ്ട്രോബെറി മിൽക്കും എനിക്ക് ഇഷ്ടമല്ല, കളർ എനിക്ക് ഇഷ്ടമാണ്. ഈ പച്ച ബബിളൊന്നും നമ്മൾക്ക് ഇത്ര ബുദ്ധിമുട്ട്. പച്ച കളർ കുടിക്കുന്ന സാധനം തരാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഞാൻ പ്രത്യേകം പറഞ്ഞു, അപ്പോഴും ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് എടുത്ത് നോക്ക്, ചോക്ലേറ്റ് ഇഷ്ടമല്ല. അതെ, ആരൂർക്ക് അന്ന് മടമലാടി കുടിക്കേണ്ടി ഇവളെന്താണ് അന്ന് കുടിച്ചത് വെച്ചിട്ട് ഇവിടെ അടുത്ത് ടോട്ടാലിറ്റിയില്ല ബബിൾ ടീ ഇഷ്ടം. അതുകൊണ്ടാണ് ഇന്നിപ്പോ ബേസ് നിങ്ങൾ തെറ്റിച്ചേക്ക് മാറ്റി തന്നിട്ടുണ്ട്, അത് ഞാൻ മനസ്സിൽ വെക്കണോ? കഥ ഞാൻ പറഞ്ഞുതരാം. അന്ന് നമ്മൾ ചാലഞ്ചിൽ ആ ചോക്ലേറ്റ് ബബിൾ ടീ കുടിച്ച്, അത് കഴിഞ്ഞിട്ട് അതേ ബബിൾ ടീ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോ ആ ബബിൾ ടീ സ്റ്റോക്ക് ഇല്ല. പറയട്ടെ, ചോക്ലേറ്റ് ഏതാ നോക്കി, ചോക്ലേറ്റ് ഏതാ ചോദിക്കി. അങ്ങനെ ഫുള്ള് ചോക്ലേറ്റ് മാത്രം എന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് ഒരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബബിൾ ടീ ഞങ്ങൾ വാങ്ങി കുടിച്ച്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പിസ്തോള് പറഞ്ഞ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ലിസ്റ്റിലല്ലേ അങ്ക് ഇതിന് മുന്നേ നമ്മൾ ബബിൾ ടീ കുടിച്ചപ്പോഴെന്ന് ഓർമ്മണ്ടോ? നമ്മൾ ഹൈലൈറ്റിൽ പോയ സമയത്ത് തന്നെ അന്ന് സല്ല് ഒരു സ്ട്രോബെറി ബബിൾ ടീ മേടിച്ചോണ്ടിട്ട് അന്ന് ഓ മാത്രം അത് വെച്ചിരുന്നുണ്ട് അല്ലേ, വേറെ ആർക്കും ഇഷ്ടമായില്ലേ? അത് ഈ മറന്നുപോയില്ലേ? ഞാനല്ലല്ലോ ഈ ഉണ്ടായിരുന്നു. അത് എടുത്ത് ചോക്ലേറ്റ് തെറ്റാ, ശരിയൊന്നല്ലോ. കൂടുതൽ നല്ല ചോക്ലേറ്റാ. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതാ. പിങ്ക്, ഇത് സ്ട്രോബെറി, നല്ല കളർ കോമ്പിനേഷൻ, പച്ച പിങ്ക്. റൂമിൽ വെക്കാം. അതെ, സത്യമായിട്ടും എത്ര ദിവസം വേണം വെച്ച് കുടിക്കാത്. ഇത് റൂമിൽ വെക്കാനല്ലാതൊന്നും പറഞ്ഞു കൊടുക്കും. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം, അവളോട് പറയാ അത്രയും വലിയ ഗ്ലാസ് ഓരോരോ ഗ്ലാസ്സിലാക്കിട്ട് റൂമിൽ സൈഡ് ഒഴിക്കാനുള്ളതാണോ? ചോദിച്ചോ. ആ എന്ത് ഭംഗിയുണ്ട് കാണാൻ. ഒന്ന് കാണിച്ചു തരും എനിക്ക് ആ കോമ്പിനേഷൻ കാണാൻ. കുടിക്കാനുള്ള ടേസ്റ്റ് ഓക്കെ, അത് രസം ഉണ്ടാവും ഉടക്ക്. അതെ, നല്ല രസമുണ്ട്. ഈ ഷാമിന്റെ ഇതിലേക്ക് വരാം. ഇനി ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ്, ഇഷ്ടമില്ലാത്തത് ഇതാണ്. ശ്രദ്ധിച്ചു കൊണ്ടൊക്കെ എടുത്തോ. അതൊന്നും പറയാൻ പറ്റില്ല, ഈ ഓളെ തെറ്റിച്ചില്ലേ? എന്റെ തെറ്റിയാണ്, എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ല ഷാമി, അതും കൊണ്ടാ കൂടുതൽ സ്ട്രോബെറി ആണ്. ഓ അത് ശരിയാണല്ലോ, അതാ സംഭവം. ഞാൻ പറയട്ടെ, പിസ്ത സ്ട്രോബെറി ഒരുപോലെ ഇഷ്ടമുള്ള ആൾക്ക് നിങ്ങളാണെങ്കിൽ എന്ത് സെലക്ട് ചെയ്യാം? അത് എനിക്ക് പറയണം. സ്ട്രോബെറി സെലക്ട് ചെയ്യും. പിസ്ത സ്ട്രോബെറി ഒരുപോലെ ഇഷ്ടമുള്ള ഒരാൾക്ക് എന്ത് സെലക്ട് ചെയ്യും? ഞാനിപ്പോ പിസ്തയിലേക്ക് ഒഴിക്കണം, കുഴപ്പമില്ല. കോമ്പിനേഷൻ ആയില്ലേ? കളർ കോമ്പിനേഷൻ കുറച്ച് മുന്നേ പറഞ്ഞെന്താ പറഞ്ഞ കളർ കോമ്പിനേഷനിലാണ് കാര്യം. കളർ കോമ്പിനേഷനിലല്ല, ടേസ്റ്റിലാണ് കാര്യം. കുറച്ച് നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒഴിക്കുമ്പോ വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. അതിലും ഭംഗി എന്ത് ഭംഗിയുടെ ശ്രീണ്ടത് എനിക്കതിന് വേണ്ടിട്ട് പറയാൻ ഒരു ക്യാൻഡി ഷോപ്പ് പോയ പോലെ. അല്ല, ഇപ്പൊ ശ്രീന്റെ ബബിൾ ടീ ഇന്റെ അടുത്തും ഇന്റെ ബബിൾ ടീ ശ്രീന്റെ അടുത്തുമാണ്. അതെ അതെ. ഇനി ഇന്റെ ഞാൻ പറയാം, എനിക്ക് ശരിക്കും ഇഷ്ടമുള്ളത് ഇതാണ്, ഇഷ്ടമല്ലാത്തത് ഇതുമാണ്. ഓക്കെ റെഡി, ഇപ്പൊ അത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതെ, എനിക്ക് പക്ഷെ ഉണ്ടല്ലോ ഈ ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടം, അങ്ങോട്ട് എല്ലാം ചോക്ലേറ്റിനെ കഴിച്ചോളന്നൊന്നും ഇല്ല എനിക്ക്. അല്ല, അതിപ്പോ കൊണ്ടുവച്ചതല്ലേ. ഇതെനിക്ക് ഇഷ്ടം, സ്ട്രോബെറി എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. വേറെ എന്തെങ്കിലും ഫ്ലേവർ ആണെങ്കിൽ ഞാൻ ചിലപ്പോ മാറ്റിയെടുത്തേ. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തായിരുന്നു സ്ട്രോബെറി മിൽക്ക്. ഇത് നമ്മൾ അന്ന് വാങ്ങി അതേപോലത്തെ നോക്കിയേ, നോക്കട്ടെ, അന്ന് നമ്മള് വാങ്ങി അതേപോലത്തെ ബബിൾ ടീ. നല്ല രസമുണ്ട്. നമ്മൾ ഇതിലൊക്കെ കാണല്ലേ ഇങ്ങനെ പിക്ചേഴ്സ്, അതേപോലത്തെ ബബിൾ ടീ ആണ്. ഞാൻ ഇതുവരെ കണ്ടില്ലട്ടോ. ഇങ്ങോട്ട് അതൊക്കെ ഇതുണ്ടോ, ഈ ചോക്ലേറ്റ് മിൽക്കിൽ ഈ ബബിൾസ് നോക്ക്, നല്ല രസമുണ്ട് ഗൈസ് കാണാന്. അഞ്ചിക്ക് അമ്മക്ക് അഞ്ചിനോട് ഭയങ്കര സ്നേഹം, അമ്മക്ക് എല്ലാം. അഞ്ചിന്റെ നല്ല ഞങ്ങൾക്ക് അറിയാം. അതെ, കൊറേ തെറ്റിച്ച് ഇന്റെ കറക്റ്റ്. അയ്യോ, ഇന്റത് കൊറേ തെറ്റിച്ച്. ഒറ്റൊന്നോ രണ്ടാമത്തെ തുടക്കത്തില് ബബിൾ തന്നെ തെറ്റിച്ചില്ലേ? രണ്ടെണ്ണം കൂടെ തെറ്റിക്കുന്നു.
അത് ഈ അടുത്ത് പോയിട്ട് ചോക്ലേറ്റ് പറഞ്ഞ തെറ്റിദ്ധാരണയിൽ പറ്റിപ്പോയത്. മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഓരോരുത്തരുടെയും ബബിൾ ടീ ഇങ്ങനെയാണുള്ളത്. ഇന്റത് ഒരു പേസ്റ്റൽ പിങ്കും പേസ്റ്റൽ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. നല്ല ഗ്രീൻ കളറുള്ള പിസ്ത ഫ്ലേവറിലുള്ള ബബിൾ ടീ ആണ്. ഇതൊരൊറ്റയ്ക്ക് പിടിക്കണമെങ്കിൽ വേറെ ആരും കൂട്ടേണ്ടി വരും. അത്രയും കാര്യം ഇതിന്റെ നല്ല രസം കിട്ടും കാണാൻ. ഫ്ലേവർ എന്നൊന്നും പറയാനില്ല, ഇത് മിക്സ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അടുത്ത റൗണ്ടിൽ നമുക്ക് എന്താ പൊരുത്തത്തിന് വരുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ ഫോർത്ത് റൗണ്ട് ആണ്. ഫോർത്ത് റൗണ്ടിൽ നമ്മളെ മുന്നിലുള്ളത് പല ടൈപ്പ് പുഡിങ്സ് ആണ്. ഒന്ന് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഉണ്ട്, പിന്നെ കാരമൽ പുഡിംഗ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് പുഡിംഗ് ആണ് കേസ് ഉള്ളത്. ഈ മൂന്നും കാണാൻ എന്ത് രസം. ഇതൊക്കെ ശരിക്കും നല്ല രസമുണ്ട്, പക്ഷെ ഏതൊക്കെ ഇഷ്ടം എന്നുള്ളത് അത്രക്ക് അങ്ങോട്ട് ഐഡിയ ഒന്നും. അതെ, എനിക്ക് ശ്രീന്റെ എനിക്ക് ധാരണ ഉണ്ട്. അതെ, പക്ഷെ എന്റെ നിങ്ങൾക്ക് അറിയില്ലല്ലോ, എന്റെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഏകദേശം ഒരു ധാരണ ഉണ്ട്. ഇത് നോർമൽ ബബിൾ ടീയിൽ ഇതൊക്കെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ഈ ബബിൾ ടീയിൽ മാക്സിമം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഗൈസ്. അപ്പൊ അതിലൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതെ, അതെ, തപ്പിട്ടാണല്ലോ അല്ലേ വന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം ശ്രീരാം അതിന് മുന്നേ ഈ കാരമൽ പുഡിംഗിൽ ഒരു ചെറിയ കഷ്ണം കാണാൻ ഇന്ത്യയിലും ഇല്ല. അതോടെ പോയി അല്ല ഇല്ല സല്ലു അല്ലേ? ഇന്ത്യയിലും ഇല്ല, ഇന്ത്യയിലും ഇല്ല. കണ്ടോ ഒരു പീസ് ഓനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാന്നാ തോന്നുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനം ഇതാണ്. എനിക്കിതിൽ തീരെ വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ്. ഓക്കെ, ഓക്കെ, റെഡി? റെഡി. ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. 3, 2, 1 ഗോ. ഞാൻ എവിടെ പോയാലും ഈ സാധനം ഞാൻ കഴിക്കുന്നതാണ്. അതല്ലേ? അതെ, ഇതാണ് ചോക്ലേറ്റ് അല്ലേ? എനിക്കറിയാം. അല്ല, ചോക്ലേറ്റ് അല്ല. ചോക്ലേറ്റും അല്ലല്ല, ചോക്ലേറ്റ് എനിക്ക് വലിയ കുഴപ്പമില്ല, ഒരു മിഡിൽ തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാരമൽ പുഡിംഗ് കഴിച്ചത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇടാനൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല, എന്തായാലും നമുക്ക് ഇടാം. പക്ഷെ അതിലിങ്ങനെ ജിഗിൾ ജിഗിളായിട്ട് കഴിക്കുന്നതാണ് നല്ല രസം ഉണ്ടാവും. അതാണ്, ബാക്കിയുള്ളവർക്ക് തന്നാലും മതി. വേണ്ട, അരുത്. ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ. അത് നോക്കുക, ഫ്രണ്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ട് കാണിച്ചുതരാം, ഞാൻ ഫുൾ ഇടട്ടെ. പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാരമൽ പുഡിംഗ് എന്ന് പറഞ്ഞാൽ ശ്രീ മരിക്കും കേസ്. എനിക്ക് മാസത്തിൽ 2 പ്രാവശ്യം അത് മേടിച്ചു തരുള്ളൂ. പക്ഷെ അവര് അത് കൺട്രോൾ ഇല്ലാതെ കഴിക്കുന്നതിന് വേണ്ടിട്ട് അങ്ങനെ ഒരു എവിടെ പോയി കഴിഞ്ഞാലും ഒക്കെ അത് വേണം. അപ്പൊ അതുകൊണ്ട് സ്ഥിരം പുറത്തു ഹെൽത്തിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റും. അതാ മന്തില് 2 ദിവസം അവള് വെയിറ്റ് ചെയ്തിരിക്കും. അതെ, 2 പ്രാവശ്യം കഴിഞ്ഞാലും പിന്നെ ഞാൻ ചോദിച്ചാലും കിട്ടൂല കൈസ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണത്. ഓക്കെ, നിഷാമി പെട്ടെന്ന് പോയി. ഓക്കെ, ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ്. വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാമോ തോന്നുന്നത്? എനിക്കറിയാന്നാണ് എനിക്കും തോന്നുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ തെറ്റി കഴിഞ്ഞാല് നല്ല കേട്ടോ. 3, 2, 1 ഗോ. എനിക്ക് മോടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പുഡിംഗ് കഴിക്കുന്നു അതേ സമയം തന്നെ ഷാമി കഴിക്കുന്ന പുഡിംഗാണിത്. അതെ, ഇതിങ്ങനെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗൈസ്. മിക്സ് ചെയ്യാം. ഇതേ വലിയ ഇതിലേക്കല്ലേ ഇറങ്ങി പോകുന്നത് കാണുന്നില്ല. ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഞാൻ പറയട്ടെ, എനിക്ക് പൊതുവേ പുഡിങ്സ് എന്ന് പറയാൻ ഭയങ്കര താല്പര്യം ഒന്നുള്ള ആളല്ല. അപ്പൊ പുഡിങ്സിന്റെ കാര്യത്തിൽ വരുമ്പോ എനിക്ക് ഇത് ഇഷ്ടമാണ്. വേണ്ടാൻ തോന്നുന്നത് ഇതാണ് കേട്ടോ. ഇതല്ലാന്ന് എനിക്ക് തോന്നുന്നത് ഇതോ ആണ്. കാരണം ഇതാണ് എന്നൊരു തോന്നലുണ്ട്. ഇത് ഞാൻ ബാക്കി പിന്നെ പറഞ്ഞു. 3, 2, 1 ഗോ. ഞാൻ വാങ്ങി കഴിക്കുന്ന സമയത്ത് ഓൾ ഇതിരുന്ന് കഴിക്കില്ല. അതെ, എനിക്ക് സന്തോഷമുണ്ട് ഗൈസ്. ഈ പുഡിങ് ഞാൻ അധികം കഴിക്കാണ്ട് വരെ ഞാൻ ഏതായിരിക്കും കഴിക്കാന്ന് വരെ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു. അതോടെ നമ്മൾ ഒരു പ്ലേറ്റ് തിന്നുന്നതല്ലേ. അതെ, അതുകൊണ്ട് അടുത്തട്ടോ അതൊക്കെ ഇത് നോക്കിക്കേ. ആ ബോബി ഞാൻ കണ്ടില്ല. നല്ല രസല്ലേ? നല്ല കോമ്പിനേഷൻ ഗൈസ്, നല്ല രസമുണ്ട് കാണാൻ. ചോക്ലേറ്റ് ആണെങ്കിലും രസമാണ്, പക്ഷെ ഫുള്ള് ചോക്ലേറ്റ് ആകുമ്പോ ഒരു ത്രില്ലില്ല. പക്ഷെ ഈ റൗണ്ട് എല്ലാവർക്കും വിചാരിച്ച പോലെ സാധനം. അപ്പൊ ഗൈസ് നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ എന്താ വരുക നോക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കും.
കാണിക്കുകയാണ്. ഈ റൗണ്ടിൽ നമ്മുടെ ബോബ ടീയിലേക്ക് വരുന്നത് ഐസ്ക്രീംസ് ആണ്. അതെ ഗൈസ്, വാനില ഐസ്ക്രീം ഉണ്ട്, സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ട്, പിന്നെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. അതെ, ഇത് എന്താണെന്ന് കണ്ടറിയാം ഗൈസ് നമുക്ക്. ഈ 3 എണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇത് മാറി കഴിഞ്ഞിട്ടോ ഫ്ലേവറിലും ഇഷ്ടമുള്ളത് അതാണ്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതില് സത്യം പറഞ്ഞ 2 ഇഷ്ടങ്ങളുണ്ട്. അപ്പോ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഇതാണ്. തീരെ എനിക്കിതിൽ പറ്റാത്തൊരു സാധനം ഉണ്ട്, അത് ഇതാണ്. ഓക്കെ ഗൈസ്, ഓക്കെ. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അതെനിക്ക് പ്രശ്നം. ഓക്കെ, 3 എനിക്കിഷ്ടമല്ലാതെ ഏതാ അതൊന്നും എനിക്ക് അറിയണമായിരുന്നു. സ്ട്രോബെറി. സ്ട്രോബെറിനെ മറക്കുവോ? അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ കുറച്ചായിട്ട് ഇതിന്റെ ടോപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇവളെന്താ നേരത്തെ പറഞ്ഞത് നമുക്ക് സ്ട്രോബെറി ഇഷ്ടമല്ലാന്ന്? ആ ചോക്ലേറ്റിൽ മുക്കി തിന്നുന്നത് ഇവളല്ലേ? ആ സ്ട്രോബെറി മാത്രം എനിക്ക് ഇഷ്ടമല്ല, വിത്ത് ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമാണ്. ഓരോരോ മൈൻഡിന് ഓരോരോ മനസ്സിലാവോ? ഇത് നല്ലോണം നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത് നല്ല രസം അതുകൊണ്ട് അത്ര രസം, അല്ലെങ്കിൽ ഇത്ര രസം ഉണ്ടാവും. പല പച്ച കളർ ബോബ, പിങ്ക് കളർ മിൽക്ക്, പിങ്ക് കളർ മിൽക്ക് എന്തായാലും വരില്ല. എനിക്ക് മറ്റേ മിൽക്ക് തന്നെയായിരുന്നു ഇഷ്ടം. അപ്പൊ എന്റെ ബോബാട്ടി ഇത് ഇങ്ങനെയുണ്ട് ഗൈസ്. ഇവിടെ ഒരു വൈറ്റ് ലെയർ വന്നിട്ടുണ്ട്, ഇവിടെ പിങ്ക്, ഇവിടെ ഗ്രീന്, എല്ലാ കളറും ഉണ്ട്. അടുത്ത ഷാമി പറഞ്ഞോ. ഷാമിക്കല്ലേ ഇതില് കൺഫ്യൂഷൻ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമിക്ക് 3 ഇഷ്ടം, കൂടുതൽ ഇഷ്ടം പറയാനൊന്നുമില്ല. ഷാമിനെ പക്ഷെ മുന്നേ എന്തൊക്കെയാണ് സെലക്ട് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് എനിക്കിപ്പോ പക്ഷെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഞാൻ എന്റെ സെലക്ട് ചെയ്തു, എനിക്ക് പറയും. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ്. കുറച്ച് കുറവ്, പൊടിക്ക് കുറവ് ഇതിനോടാണ് ഇപ്പൊ അല്ലെ? ഇപ്പൊ. ഓക്കെ, 3, 2, 1 ഗോ. ഞാൻ കറക്റ്റാക്കി, ഞാൻ കറക്റ്റാക്കി. ഞാനില്ല സ്പാനിഷ് ഡിലൈറ്റ് ഇടണോ അല്ലേ? ഓളെന്നെ പിന്നെ പറഞ്ഞ 2 നോക്ക് അതെ 3 ആ 2 ഒന്നല്ലേ സെലക്ട് ചെയ്തത്? ഇതിലാരും കുറ്റം പറയല്ലേ. കാരണം ആദ്യം വാനില എടുക്കാതെ വിചാരിച്ചോടുത്ത് വെറുതെ മൈൻഡ് പറ്റിയ. കാരണം ഇവർക്കറിയാം എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്. ഇവർ 2 സെലക്ട് ചെയ്തിട്ട് ഞാനത് പറഞ്ഞു. ഇനിയിപ്പോ അത് ഇട്ടോ, കളർ നല്ല ഭംഗിയായിട്ട്. ഇത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടെടുക്കാം. അത് രസമുണ്ടോ? അത്ര രസമില്ല, മറ്റേതാണ് കുറച്ചുകൂടെ ഭംഗിയാവുന്നത്. തെറ്റിച്ച് അല്ല നല്ല രസമുണ്ട്. എന്തോ ചെയ്ത പോലെ പറയാം, അത്ര രസമൊന്നുമില്ല. ഞാൻ ഓളെ ശരിയാക്കി മിൽക്ക് നേരത്തെ അല്ലേ, ഇപ്പൊ അല്ലേ തെറ്റിച്ച്? ആ റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് എത്ര നേരമായി? റൗണ്ട് കഴിഞ്ഞ് ഒക്കെ മറക്കും, ചാർജ് കഴിഞ്ഞ് ഒക്കെ മറന്നോളാം. ഇതില് പിങ്ക് നിന്ന് എന്ത് രസം ഉണ്ടാവേനും കാണാൻ. ആണെങ്കിലും രസം ഉണ്ടാവേ. വൈറ്റ് സെലക്ട് ചെയ്തു, അപ്പൊ ശ്രീ തെറ്റില്ല. എനിക്ക് വേണ്ടാത്തത് ഇതാണ്. വേണ്ടതാണല്ലോ അല്ലെ പറയണ്ടേ? എനിക്ക് വേണ്ടത് ഇതുമാണ്. ഓക്കെ ഓക്കെ, റെഡി? റെഡി, 3, 2, 1 ഗോ. സ്ട്രോബെറി ഇടണോ? ഇതുവരെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. ഞാൻ വിചാരിച്ചു നോക്ക് വാനിലേക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ സ്പാനിഷ് ലൈറ്റും വാനില സ്പാനിഷ് ലൈറ്റ് വെച്ച് നോക്കുമ്പോ ഒക്കെ സ്പാനിഷ് ലൈറ്റ്. വരുമ്പോ മാത്രമാണ് ഞാൻ വാനില കഴിക്കുക. എനിക്ക് പണ്ടത്തെ നൊസ്റ്റ അടിക്കുന്ന സമയത്ത് വാനില ഇതേ ടേസ്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് കഴിക്കുന്നു. പിന്നെ ഇതിന് ഞാൻ നൊസ്റ്റാൾജിയെ പറ്റി മാത്രമാണ്. സ്ട്രോബെറി അല്ല പേരിട്ടുണ്ട്. അതെ, നശിപ്പിച്ചത്. എന്റെ ഡെക്കറേറ്റ് ചെയ്യില്ലേ? ഡെക്കറേറ്റിന്റെ വെറുതെ വർത്താനം പറയാൻ വരണ്ട. സ്ട്രോബെറി വല്ലാത്തല്ലേ കണ്ടോ? അല്ല രസമുണ്ട്. അപ്പൊ ഇത്രയും റൗണ്ട്
റൗണ്ട് കഴിഞ്ഞ സമയത്ത് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി ഞങ്ങള് കുറെ കാലമായിട്ട് ടെലിപ്പതി ചെയ്യാത്തോണ്ട് ഞങ്ങളെ പൊരുത്തം കുറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ വേറെ ടെലിപ്പതി ചെയ്ത് പൊരുത്തം വരണം, എന്നാലേ ഇതൊക്കെ ശരിയാവുള്ളൂ. ഇപ്പൊ എന്റെ ബബിൾ ടീ കാണാൻ ഇങ്ങനെയാണ് ഗൈസ് ഉള്ളത്. സംഭവം കാണാൻ രസമുണ്ട്. അടിയില് പച്ച ഉണ്ട്, നടുവില് പിങ്ക് ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയാ പുഡിംഗ് ഇടയിലുണ്ട്. പക്ഷെ മോളത്തെ ഈ വൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇന്റെ ബബിൾ ടീ ഇത് അങ്ങനെയാണുള്ളത്. സംഭവം പിസ്ത ബബിൾ ടീ ആണ്. ഇതുവരെ വളരെ ശരിയാണ്. ഇത് ഈ കാണുന്ന ഇതുവരെ വളരെ ശരിയാണ്. ഇത് മാത്രം തെറ്റിപ്പോയി, കുഴപ്പമില്ല. പക്ഷെ വലിയ കോട്ടൊന്നും പറ്റിയിട്ടില്ല. ഇല്ല എന്റെ ബബിൾ ടീ ഇതാ, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ പറയാനാ എന്റെ ബബിൾ ടീ പറഞ്ഞു കൊടുത്താ ഞാൻ പറയില്ല. അഞ്ചിന്റെ ബബിൾ ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ വളരെ ശരിയായിരുന്നു. ചോക്ലേറ്റ് ആയിട്ടാണ് ഞങ്ങള് പൊരുത്തങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് മാത്രം ഒന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. അത് പറ്റാം. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാണ്. അടുത്ത റൗണ്ടിൽ നല്ല അടിപൊളി റൗണ്ടാണ്, കളർഫുൾ റൗണ്ടാണ്. ഈ ബബിൾ ടീ കൂടുതൽ മനോഹരമാക്കാനുള്ള 3 സാധനങ്ങളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതെ, വിപ്പിംഗ് ക്രീംസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. വാനില ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. ഈ 3 ഫ്ലേവേഴ്സിലുള്ള വിപ്പിംഗ് ക്രീം ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഫ്രാപ്പിനൊക്കെ ഇല്ലേ, ഈ സ്റ്റാർബക്സിനൊക്കെ കിട്ടും ഇങ്ങനെ മേലെ ഇങ്ങനെ ഗുഡ് ആയിട്ട്, അതേപോലെയാണ് നമ്മൾ ഇതാക്കേണ്ടത്. കൂടുതൽ വർത്തനം ഒന്നും പറയണ്ട. ഞാൻ തുടങ്ങുകയാണ് കേട്ടോ. ഓക്കെ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. എനിക്ക് തീരെ വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ്. ഓക്കെ, ഇത് കറക്റ്റ് ആക്കണം. ഓക്കെ, 3, 2, 1 ഗോ. സ്ട്രോബെറി പിന്നെ വന്ന് പഠിച്ചോനെ. ഞാൻ എന്തായാലും അറിയാം, വാനില ഐസ്ക്രീം വന്നപ്പോഴേ മേലെ പിങ്കിലൊക്കെ ഇഷ്ടാവത് വെച്ചിട്ട് ഞാനിങ്ങനെ കാക്കുന്ന മനസ്സിലുണ്ട്. ഞാൻ ഓളെ കളറിൽ മാത്രം ചിന്തിച്ചു പോണേ. ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ പറയുന്നോട് നേരത്തെ സ്ട്രോബെറി ഇതൊന്ന് നോക്ക്. ദീപാവലി മുട്ടായി പോലെ ഉണ്ടാവും, രസല്ലേ ഇത്? അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ? ഞാൻ ആ ഭംഗി നോക്ക്, കാഴ്ചയിലുള്ള ഭംഗി കഴിക്കുന്നതിനെക്കാട്ടും കൂടുതലൊക്കെ കാണണം. അത് വെച്ചിട്ടാ ഞാൻ ഇതൊക്കെ ആലോചിച്ചത്. എനിക്ക് പേടിയാവണം. ഞാൻ പുറത്തിറങ്ങിയ ഓട് നോക്കും കാണാനോ. ഇന്ന് ലാസ്റ്റ് കാണിച്ചു തരുമോ? മ്യൂസിക് കരച്ചിൽ മാത്രം. എന്ത് ലുക്കിന് മിണ്ടാണ്ട് നമുക്ക് നോക്കിയിരിക്കണേ. അവിടെ നോക്കിയിരുന്നു വല്ല കമന്റും പറഞ്ഞാലുണ്ടല്ലോ. എന്തായാലും കിട്ടിയതല്ലേ. ഇപ്പൊ ഭംഗി ഒട്ടും കുറയ്ക്കേണ്ടതല്ലേ? എന്താ പ്രശ്നം? എല്ലാം ഭംഗി ആലോചിച്ച് ഞാനങ്ങനെ ചിന്തിച്ചു. ഭംഗി എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഡെക്കറേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ. നോക്ക് എന്തോ ഒരു കഷ്ടാണ് ഇത്. ബട്ടർ അല്ല സല്ലു, ഈ ബാങ്കോ അല്ലാതെ കുറച്ചൊരു മഞ്ഞ മാറ്റിട്ടാക്കി കൂടെ ഇരുന്നോ? ഇനി പറയട്ടെ, എനിക്കിതില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ്. ഏതാ ഷാമി? ഇഷ്ടമില്ലാത്തത് ഇതുമാണ്. ഓക്കെ, റെഡി? സെലക്ട് ചെയ്യാം. 3, 2, 1 ഗോ. സ്ട്രോബെറി ഇതിലേക്ക് ആക്കി കൊടുക്കണേ. അവിടെ സ്ട്രോബെറി കിട്ടിയില്ലേ? ഇപ്പൊ എന്റേത് കഴിച്ചത് അങ്ങനെയുള്ളത് കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ആക്കിക്കൊണ്ടിരിക്കേ. ഞാനുള്ള വൃത്തിയോടെ എങ്ങനെയെങ്കിലും പോക്ക് എങ്ങനെയാ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി എന്താ ഞാൻ പറയാം. എനിക്കിതിന് വേണം തോന്നുന്നത് ഇതാണ്, വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ്. വേഗം എടുത്ത് പോക്കി. എനിക്ക് സത്യമായിട്ട് ഒക്കെ ഏതാ അതില് വേണ്ടെന്ന് അറിയില്ല. വേണ്ടാത്ത എനിക്കറിയാം, വേണ്ടത് ഏതാന്ന് കൺഫ്യൂഷൻ ഉണ്ട്. 3, 2 ഷാമി ഗോ. ഞാനിതെടുത്ത് അല്ല അതിന് തൊട്ട് മുന്നേ എനിക്ക് വൈറ്റ് ആ ഗൈസ് കിട്ടിയത്. എനിക്ക് സന്തോഷായിട്ടോ. നിങ്ങളുടെ അടുത്തുള്ള വൈറ്റ് ഒക്കെ ഒന്ന് എനിക്ക് തരണേ. വേണം. എന്റെ ഗ്ലാസ്സിൽ കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം ഇങ്ങനെ പൊങ്ങി നിൽക്കണം ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഷാമീന്റെ വൈറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം. 5 സ്ട്രോബെറി ഞാനും വാങ്ങിച്ചു. ആയിരുന്നു വേണ്ടൊക്കെ തന്നെ. എനിക്ക് ഇത് തന്നെ ധാരാളം. മറക്കാൻ നോക്കാല്ലേ. ഞാൻ എങ്ങനെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ നോക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മളെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. വളരെ സിമ്പിൾ ആയ
വളരെ സിമ്പിൾ ആയ റൗണ്ടാണ്. ഈ റൗണ്ടിൽ നമുക്ക് വന്നിട്ടുള്ള ഫെററോ റോഷർ ഉണ്ട്, പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. ഇതിനൊന്ന് ലുക്ക് ആക്കാൻ വേണ്ടിട്ടാണ് തോന്നുന്നത്. അതെ, എന്ന് വെച്ചാല് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രംസ് ആണ്. ഓറിയോ ക്രംസും ഫെററോ റോഷർ ക്രംസും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് വെക്കാം? എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മളുടെ ബബിൾ ടീ എന്ന് പറയുന്നത് നല്ല ഭംഗിട്ടോ കാണാൻ. ഇന്റത് ഭയങ്കര വർണ്ണശബളമായി നിൽക്കുന്നത്, പക്ഷെ കാണാൻ രസമുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് ലുക്ക്. ഇന്റത് ഇങ്ങനെയാണ് ഗൈസ്, കുറച്ച് ഐസ്ക്രീം ഒക്കെ അങ്ങനെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ലുക്ക് കൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചത്. ഇന്ത്യ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കോമ്പിനേഷൻ, ഇങ്ങനെ ഡാർക്ക് ഇങ്ങനെ ലൈറ്റിലോട്ട് പോയിട്ട് ഇങ്ങനെ ഭൂം പറഞ്ഞിട്ടുള്ള ഒരു സാധനം. നല്ല രസം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള പറഞ്ഞോ. ഓക്കെ, ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒറ്റൊന്നേ ഉള്ളൂ, അത് ഇതാണ്. ആകെ രണ്ടെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ ഇതെന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് കേട്ടോ. ഇതെന്തായാലും തെറ്റിക്കരുത്. ഓക്കെ, റെഡി 3 2 1 ഗോ. അത് തന്നെയായിരുന്നു. അതോടെ പിന്നെ വെക്കാം. ഇനി എന്റെ പറയും. ഓക്കെ, ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ്. ഇഷ്ടമില്ലാത്തതല്ല, ഇഷ്ടമുണ്ട്, പക്ഷെ ഇതുകൊണ്ട്. ഓക്കെ, ഇപ്പത് മതി. 3 2 1 ഗോ. അതന്നെ. ഓക്കെ, ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്, ഇഷ്ടമല്ലാത്ത ഇതാണ്. 3 2 1 ഗോ. ഇതിലൊരു സംശയമില്ല ഞങ്ങൾക്ക്. ഇത് ഞാൻ ക്രംസ് ആക്കാനാണ് കൈസ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താക്കും ഉദ്ദേശിച്ചില്ല. അങ്ങനെ വെച്ചാൽ ലുക്ക് ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചു ക്രംസ് ആണെങ്കിലും അങ്ങനെ ചേർക്കാം. ഇന്റെതാ ഗൈസ്, ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് ഒരു ഭാഗം, ബാക്കി ഞാൻ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇടാൻ പോവാട്ടോ. ഞാനിത് ഗൈസ് ഇത് ഇങ്ങനെ തന്നെ വെക്കാണ് കേട്ടോ. ഇതിന്റെ മുകളില് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതാകുമ്പോ അങ്ങനെ ആദ്യം വെച്ച് തിന്നാം, ഇതിന്റെ ബാക്കി എടുക്കാം. ഞാൻ എന്റേത് ക്രംസ് ആക്കിയിട്ട് ഇത് എങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കൊടുക്കാനാണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മുടെ എല്ലാ റൗണ്ട്സും കഴിഞ്ഞപ്പോ ഞങ്ങൾ പൊരുത്തം നോക്കിയിട്ട് ഉണ്ടാക്കിയ ബബിൾ ടീ ഇത് ഇങ്ങനെയാണ് ഗൈസ് ഉള്ളത്. പൊരുത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കാണാൻ എല്ലാവർക്കും ലുക്കായി വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലുക്ക് ഇതിനാണ്. ഇതിന്റെ ഏറ്റവും എന്താ പറയാ, മൊത്തത്തിൽ എല്ലാ കളറുകളും ഉള്ള ഒരു ബബിൾ ടീ ആണ്. ദേ ഇവിടെ ഗ്രീൻ ഉണ്ട്, അതിന്റെ ഇടയിൽ പിങ്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ദേ ഒരു ലൈറ്റും യെല്ലോ ഷെയ്ഡ് ഉണ്ട്. അത് നമ്മുടെ എന്താ പറയാ പുഡിംഗ് ആണ്, കുഴപ്പമില്ല. പിന്നെ വൈറ്റ് വന്ന്, പിന്നെ യെല്ലോ വന്ന്, പിന്നെ ചോക്ലേറ്റ് കളർ വന്നു. കളറൊന്നും ഞാൻ വിചാരിച്ച പോലെയല്ല, പക്ഷെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് അടിപൊളിയായിരിക്കും. എനിക്ക് ഇന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെയൊക്കെ എന്റെ അത് കറക്റ്റ് ആയിട്ട് കിട്ടിയത്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഐസ്ക്രീം റൗണ്ടിന്റെ അങ്ങോട്ടേക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കിട്ടിയത്. പക്ഷെ ഇത് വിപ്പിംഗ് ക്രീം ഓക്കെ കേട്ടോ. അല്ല, ഐസ്ക്രീം മാത്രമേ തെറ്റുള്ളൂ എനിക്ക്. അല്ലല്ല, ഏതൊക്കെ തെറ്റിയിട്ടുണ്ട്. എനിക്കതൊന്ന് കൂടുതൽ വലിയ കുഴപ്പമില്ലാതെ കറക്റ്റായിട്ട് കിട്ടിയത് അഞ്ചിക്കാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് അഞ്ചിക്ക് തെറ്റിയിട്ട് വന്നതായിരുന്നു. ഇതാണ് ഇതിൽ ഏറ്റവും അതെ. ഇത് ഈ ചോക്ലേറ്റിന്റെ മുകളിൽ ആ പിങ്ക് കളർ, അതിന്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒക്കെ അതെ, ഇത് നല്ല ഭംഗി കിട്ട കാണാൻ. കാഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ടതാണ്. രണ്ടുപേരും നിങ്ങൾക്ക് രണ്ടായിരത്തും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇവരത് രണ്ടുപേരും ഭംഗി. ഇനി കഴിച്ചു നോക്കാം ഗൈസ്. കഴിച്ചു നോക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ബബിൾ ടീ ആണോ അല്ലെങ്കിൽ അതിലും ടേസ്റ്റ് കൂടുതലാണോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ബബിൾ ടീ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ആ ബോബ കിട്ടണം. അതെ, അതിന് നമ്മൾ താഴോട്ടേക്ക് കുറെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഐസ്ക്രീമും കൂട്ടി, വിപ്പിംഗ് ക്രീമും കൂട്ടി. ഞാൻ നോക്കട്ടെ. ഞാൻ ബോബ കിട്ടാനാണ് ഇവിടെ കളിക്കുന്നത്. ബോബ ഉള്ളിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാ ഗൈസ്. ഈ വിപ്പിംഗ് ക്രീം അധികം ഇല്ലാത്തതാട്ടോ നല്ലത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. വിപ്പിംഗ് ക്രീം കൂട്ടാൻ നല്ല രസമുണ്ട് ഗൈസ്. വിപ്പിംഗ് ക്രീം ചോക്ലേറ്റ് ഫ്ലേവർ കേട്ടോ. നല്ല ച്യൂയി ആയിട്ടുണ്ട്. കുഴപ്പമില്ലാന്നുള്ളൂ, ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ മിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ് വന്നിട്ടുണ്ടെങ്കിലും ഇത് നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് ഇവര് സെലക്ട് ചെയ്ത് പൊരുത്തത്തിൽ തന്ന സാധനങ്ങൾ തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ഫ്ലേവർ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള കേട്ടോ. പക്ഷെ എന്റെ നാണെന്നുണ്ടെങ്കിലും തെറ്റി പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടേസ്റ്റിൽ വലിയ കോംപ്രമൈസ് ഒന്നും ഇല്ല അതില്. എനിക്ക് തെറ്റിയുള്ള നല്ല വിഷമമുണ്ട്. ടേസ്റ്റിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, നമുക്കത് മൂന്നാം കൂടി ഒന്നിച്ചിങ്ങനെ കുടിച്ചോ. അത് നല്ല ഐഡിയ. നമുക്ക് ഇഷ്ടമായില്ല. എനിക്ക് ആ സ്ട്രോബെറി മിൽക്ക് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടമായില്ല. സോറി, സ്ട്രോബെറി ഞാൻ തെറ്റിച്ചല്ലേ. അത് മെയിൻ ആയിട്ടുള്ള സംഭവമാണ്, അതാണ് ഇഷ്ടാവാത്തത്. ഒന്നും തെറ്റിക്കാത്ത വർത്താനം തെറ്റിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള സാധനം അതല്ലേ അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഇത് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിന്. അടക്ക് നമ്മളത് കുടിച്ചോ. ഇത് കൊടുത്തോക്കാം. എന്റെ കുടിച്ചോ. എന്റെ ശരിക്കും ഇഷ്ടപ്പെട്ട സാധനം എന്റേത് കുടിച്ചോക്ക്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിലെവിടെ ബോബാ? താഴോട്ടേക്ക് പോണം.
ഇതാണ് പിസ്ത ഉണ്ടാവുക. ശ്രീ വിചാരിച്ച സാധനമാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പൊ guys, ഞങ്ങൾ പൊരുത്ത് നോക്കി ഉണ്ടാക്കിയ 3 ഫ്ലേവറിലുള്ള ബബിൾ ടീയില് ഞങ്ങൾക്ക് രണ്ടുള്ളതും കൊള്ളാം. കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അതെ ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാന്ന് പറയാം. നിങ്ങൾക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബബിൾ ടീ ഏതാണെന്നും കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.